ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കണു. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ 3 മാസം കഴിഞ്ഞപ്പോൾ ചെക്കപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞു 6 മാസം കഴിഞ്ഞിട്ട് ചെക്കപ്പ് ചെയ്തെന്ന് പറഞ്ഞു. ഇപ്പോൾ നിലവിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞു. ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആയിട്ട് പോണു എന്ന് വിചാരിച്ച് ഭയങ്കര ഹാപ്പി ആണ് എന്ന് വിചാരിച്ച് സന്തോഷം ഇല്ലായ്മ ഇല്ലാത്ത രീതിയിലൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് ഭയങ്കര ദുഃഖിച്ചിരിക്കുന്നല്ല. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയാണെങ്കിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു ഞാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും മുടിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് ബ്രസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്കതില്ല. അപ്പോൾ നമ്മളത് ആ ഒരു സാഹചര്യമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകുന്നു. പിന്നെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെയൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യും. പിന്നെ ഉള്ളത് തലമുടിയൊക്കെയാണ്. തലമുടിക്ക് നന്നായിട്ട് വളർന്നു കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ ഇരിക്കുക, കണ്ട ഇത് മുടി വളർന്നു ശരിക്കും, പക്ഷെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പണ്ടാര തൊപ്പി വയ്ക്കണത്, അല്ലെങ്കിൽ വെക്കില്ലായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തൊപ്പി വയ്ക്കണത് ഭയങ്കര ഒരു രസമില്ല ഇത് തോന്നും. അങ്ങനെയൊക്കെ അത് കാരണം കൊണ്ടാണ് ഇത് കൂടുതലും ഈ ക്യാപ്പ് എടുത്ത് ഇങ്ങനെ വെക്കണം. അതാണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കൂല അങ്ങനെ ഓർത്തിട്ട്. ഇതാണ് ഇവിടെ പോയാലുള്ള ഔട്ട്ഫിറ്റ് ഇട്ടാ. പിന്നെ ഒരെണ്ണം തൊപ്പി പറഞ്ഞിട്ടുണ്ട്, അത് കിട്ടുമായിരിക്കും, ഈ ആഴ്ച കിട്ടുമായിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ. അപ്പം നിലവിൽ ചികിത്സയിലായിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇനി ചികിത്സ എടുക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് നമ്മൾ റിക്കവർ ആവും. അപ്പം എന്നെ തന്നെ കാണാൻ പാടില്ല, ഞാൻ എങ്ങനെ ഇരുന്നതാണ്. പക്ഷെ ഇതൊന്നും മേക്കപ്പ് ഒന്നുമല്ല, ചെറിയ ചെറിയ സാധനങ്ങൾ, ഉലുവ, പയറുപൊടി, പിന്നെ ഡവിൻ്റെ സോപ്പ്. കെമിക്കൽ എന്ന് പറയാൻ സോപ്പ് മാത്രമായിട്ടോ ഉപയോഗിക്കുള്ളൂ. അതായത് ഡവിൻ്റെ സോപ്പ് മാത്രമാണ് മുഖത്ത് തേക്കണം. പിന്നെ വേറൊന്നും കെമിക്കലായിട്ട് ഞാൻ ഉപയോഗിക്കണ്ടില്ല. തലമുടിയിലാണെങ്കിലും മുരിങ്ങയില അരച്ചത് തേക്കും പാക്കായിട്ട്. പിന്നെ ഉള്ളത്, പിന്നെ പാക്ക് തലയിൽ വേറെ ഒരു സാധനം തേക്കാറില്ല. പിന്നെ മുടി വളരുന്നുണ്ട്. ഇടയ്ക്ക് ചുമയുണ്ട് എനിക്ക്. അതിടയ്ക്ക് തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തൊണ്ട വേനെടുക്കുമ്പോൾ ഒരു ചുമ ഇങ്ങനെ ഇടയ്ക്ക് കയറി വരും. തണുത്ത വെള്ളം കുടിക്കാതിരിക്കാൻ ശ്രമിക്കും, പക്ഷെ ചില സമയത്ത് കൺട്രോൾ പോകും. ഇച്ചിരി തണുത്ത വെള്ളം കുടിക്കണമെന്ന് തോന്നും, അപ്പോൾ ഓടിപ്പോയി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുടിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഈ ചുമ. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ. പിന്നെ എൻ്റെ മുഖത്ത് ഞാൻ ഉലുവ, പയറുപൊടി, ഈ വക സാധനങ്ങളൊക്കെയാണ് തേക്കണത്. അടുക്കളയിലുള്ള സാധനങ്ങൾ തന്നെ, അതൊക്കെ ഇങ്ങനെ പാക്ക് ഇട്ടിട്ട് തേക്കും. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ റൊട്ടീൻ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് കണക്ക് വെയിറ്റൊക്കെ കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ പോകുന്നു. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇപ്പം അതാ ഞാൻ പറഞ്ഞത്, ചികിത്സയിലായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇനി ചികിത്സിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും പേടിക്കാനൊന്നുമില്ല. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എൻ്റെ അടുത്ത് കുറേ കമൻറ്റിലൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് ആൾക്കാർ മെസ്സേജ് കമൻ്റ് ഇടുന്നുണ്ട്, മേക്കപ്പ് ചേച്ചിനെ മേക്കപ്പ് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവുന്നൊക്കെ. എന്തിനാ സത്യത്തിൽ മേക്കപ്പ് ചെയ്താലും വലിയ ഭംഗിയൊന്നും ഇല്ല, ഉണ്ടാവാൻ പോണില്ല. പിന്നെ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മുഖത്ത് തലയിലൊക്കെ തേക്കണം എന്നുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. അങ്ങനെയൊക്കെ. ഇത്രയുള്ള വീഡിയോ. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഒരുപാട് ആൾക്കാരുടെ കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട്. കുറച്ച് പേര് ഹസീന, സിനി, അങ്ങനെ കുറച്ച് പേര് ഞാൻ മറന്നുപോയി. കുറേ പേരുണ്ട് കേട്ടോ. എൻ്റെ കാര്യങ്ങളൊക്കെ കമൻറ്റിൽ വന്ന് ചോദിക്കും, ഇപ്പം എങ്ങനെയുണ്ട് ചേച്ചി, അസുഖമൊക്കെ കുറഞ്ഞോ എന്ന് ചോദിക്കണ കുറച്ചധികം ആൾക്കാരുണ്ട്. ഇപ്പം ട്രീറ്റ്മെൻറ്റിൽ പോകുന്നവരാണെങ്കിലും കീമോ ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്ന ആൾക്കാരാണെങ്കിലും
ഈ അതായത് റേഡിയേഷന് തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എങ്ങനെയുണ്ട് റേഡിയേഷൻ, സുഖമായിരുന്നോ എന്നൊക്കെ ചോദിച്ചു ആൾക്കാർ. റേഡിയേഷൻ എൻ്റെത് ഈ ഭാഗത്താണ് ചെയ്ത്. നന്നായിട്ട് കറുത്തായിരുന്നു, കറുത്തിട്ട് ഇങ്ങനെ പൊള്ളിയിരിക്കുകയായിരുന്നു ഈ ഭാഗം മാത്രം, അതായത് വലത് സൈഡ് മാത്രം. അപ്പം പക്ഷെ ഇപ്പം ആ പൊള്ളലൊന്നുമില്ല. ഇപ്പം എൻ്റെ കണ്ടോ പാടൊന്നുമില്ലല്ലോ. അപ്പം നിങ്ങൾ റേഡിയേഷൻ ചെയ്യുന്ന ആൾക്കാർ പേടിക്കുകയൊന്നും ചെയ്യണ്ട. ആ പൊള്ളൽ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. അതിന് പ്രത്യേകിച്ച് ഓയിൽമെൻറ്റും തേക്കേണ്ട കാര്യമില്ല. സോപ്പ് നമ്മൾ ഉപയോഗിച്ച് ഇടാണ്ടിരുന്നത്. സോപ്പൊക്കെ ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഡിയേഷൻ ചെയ്ത ഭാഗത്ത് പൊള്ളിയ സമയത്ത് ഇങ്ങനെ ഇടുമ്പോൾ ഈ രണ്ടും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ പൊള്ളി ഈ സ്ഥലത്ത് ഇങ്ങനെ തുരി പോയിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് സോപ്പൊന്നും ഉപയോഗിക്കാതിരിക്കുക. വെറുതെ ജസ്റ്റ് വെള്ളം കഴുകി കളയുകയാണെങ്കിൽ അത്രയും നല്ലത്. അല്ലാതെ പിന്നെ വേറെ ഈ പൊള്ളലിൻ്റെ ഓയിൽമെൻറ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കണ്ട. അത് ഒരു 3-4 മാസത്തിനുള്ളിൽ അതൊക്കെ റെഡിയാവും. പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ പുള്ളി പാടൊന്നും ഇപ്പം എൻ്റെ മേത്തുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അതൊന്നും പേടിക്കാനുള്ള കാര്യമൊന്നുമല്ല. ഇത്രയ്ക്കുള്ളൂ പറയാൻ. ഓക്കെ, അടുത്ത വീഡിയോ കാണാം കേട്ടോ. താങ്ക് യു.